Hi students, I am Prashant B. Chandran, Assistant Professor, Automobile Engineering Department, SNIT, Adoor. Welcome to my new video. This video is a revision video from our Module 2 Rolling. The portions to be covered in this video are roll force and power requirement, neutral point, hot and cold rolling. Let us start the first topic, that is roll force. In the diagram, you can see the frictional force directions, exit plane, entry plane, the velocity at inlet, velocity at outlet, thickness at inlet, thickness at outlet, and the neutral plane, etc. Roll force F is equal to 2 sigma L into capital W, the whole into 0.8 plus L capital divided by 4 TF, where sigma is the shear flow stress of the material, capital L is the distance between entry plane and exit plane. Okay, that is it is clearly shown in the diagram. Then capital W, width of the bar being rolled, and TF thickness of bar at exit, that is final thickness, and TA thickness of the bar at entry, initial thickness. By knowing all these factors, the roll force required for rolling a particular workpiece having particular thickness and width, etc., can be found out. Okay. Then power requirement. That is, in this video, you can calculate the power required for rolling a particular workpiece. Power requirement P is equal to omega into F into L. That is the equation, where also P is equal to 2 pi n into FL by 60, because omega is equal to, we know that omega equation for omega is 2 pi n by 60. Therefore, power required P is equal to 2 pi n into F into L by 60 in watts. Then roll strip contact length L is equal to root of R into T2 minus T1, where R is the roll radius. Okay, this is the equation for power requirement per roll. Okay, this power required for rolling can be calculated in case of problems, etc. സാധാരണ ഇതിൽ നിന്ന് പ്രോബ്ലം അധികം വരാറില്ല, എന്നാലും ഈ പവർ റിക്വയർമെൻറ്റ് ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. അതിന് ഒമേഗ വേറെ ഒന്നുമില്ല, പവർ പി സിക്കറ്റ് ഒമേഗ ഇൻറ്റു എഫ് ഇൻറ്റു എൽ ആണ്. അതിനകത്ത് നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത് 2 pi n by 60, അത് കൊടുക്കുമ്പം 2 pi n ഇൻറ്റു എഫ് ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 60 എന്ന് വരും. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേറൊന്നുമല്ല, റോൾ ഫോഴ്സാണ്. എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻട്രി പ്ലെയിൻ ആൻഡ് എക്സിറ്റ് പ്ലെയിൻ ആണ്. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ, റോളർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ഇൻ RPM. ഓക്കെ, ഇനി അടുത്തത് ന്യൂട്രൽ പോയിൻ്റ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ആൽഫ എൻ എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്, അതാണ് നമ്മുടെ ന്യൂട്രൽ പോയിൻ്റ് ലൈൻ. ഇനി എൻട്രി സോണും എക്സിറ്റ് സോണും കാണിച്ചിട്ടുണ്ട്. താഴെ അതിൻ്റെ എല്ല് കൊടുത്തിട്ടുണ്ട്. എല്ല് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻട്രി ആൻഡ് എക്സിറ്റ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് പോവാം. Rolls transfer to the strip through friction. Okay, as the strip is dragged by the rolls into the gap between them, it decreases in thickness while passing from the entrance to the exit. Meanwhile, speed gradually increases from the entrance to the exit. Okay, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, ബട്ട് ഡയഗ്രാമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. VF ഗ്രേറ്റർ ദാൻ VI എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിനകത്ത് റോളിനകത്ത് എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള വെലോസിറ്റിയെക്കാട്ടിയും കൂടുതൽ വെലോസിറ്റി ആയിരിക്കും എക്സിറ്റ് സൈഡിലുള്ള വെലോസിറ്റി. ഓക്കെ, കാര്യം എന്ന് പറഞ്ഞാൽ ആ വർക്ക് പീസിനെ ഈ റോളർ പിടിച്ച് കറക്കി പുറത്ത് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അറ്റ് സം സെക്ഷൻ ദ വെലോസിറ്റി ഓഫ് ദ റോൾ ആൻഡ് സ്ട്രിപ്പ് വെലോസിറ്റി ആർ ഈക്വൽ. ദിസ് പോയിൻ്റ് ഈസ് കാൾഡ് ന്യൂട്രൽ പ്ലെയിൻ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഈ എൻട്രി വെലോസിറ്റി VIയും വെലോസിറ്റി അറ്റ് എക്സിറ്റ് VFും സെയിം ആയിരിക്കും. ആ പോയിൻറ്റിന് പറയുന്ന പേരാണ് ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ദ പ്രഷർ എക്സർട്ടഡ് ഓവർ ദ മെറ്റൽ ബൈ ദ റോളേഴ്സ് ഈസ് മാക്സിമം. ഹെൻസ് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പോയിൻ്റ് ഓഫ് മാക്സിമം പ്രഷർ ഓർ ദ നോ സ്ലിപ്പ് പോയിൻ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഈ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രഷർ മെറ്റൽ റോളറിൽ, ഈ മെറ്റലിൻ്റെ പുറത്ത് റോളർ എക്സിറ്റ് ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കും, മാക്സിമം ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പോയിൻറ്റിന് പോയിൻ്റ് ഓഫ് മാക്സിമം പ്രഷർ അല്ലെങ്കിൽ നോ സ്ലിപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത്. N - N ഈസ് ഈക്വൽ ടു ന്യൂട്രൽ പോയിൻ്റ് ഓർ നോ സ്ലിപ്പ് പോയിൻ്റ്.
ബിഫോർ ന്യൂട്രൽ പോയിൻ്റ് ഫ്രിക്ഷൻ എയ്ഡ്സ് ദ മോഷൻ. ആഫ്റ്റർ ദി ന്യൂട്രൽ പോയിൻ്റ് ഫ്രിക്ഷൻ ബ്രേക്സ് ദ മോഷൻ. ഇതാണ് കാര്യം. അതായത് ന്യൂട്രൽ പോയിൻ്റ് എത്തുന്നതിന് മുമ്പ് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ആഫ്റ്റർ ദി ന്യൂട്രൽ പോയിൻ്റ് ഫ്രിക്ഷൻ കുറയും, മോഷൻ കൂടുതലായിരിക്കും. ഇങ്ങനെയാണ് വെലോസിറ്റി കൂടുന്നത്. ഇനി നമുക്കത് പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ടു ദ ലെഫ്റ്റ് ഓഫ് ദി ന്യൂട്രൽ പോയിൻ്റ് വെലോസിറ്റി ഓഫ് ദി സ്റ്റെപ്പ് ഈസ് ലെസ് ദാൻ വെലോസിറ്റി ഓഫ് ദി റോൾ. അതായത് ന്യൂട്രൽ പോയിൻ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്ട്രിപ്പിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റോളറിൻ്റെ വെലോസിറ്റിയെക്കാട്ടി കുറവായിരിക്കും. ഇനി ടു ദ റൈറ്റ് ഓഫ് ദി ന്യൂട്രൽ പോയിൻ്റ്, അതായത് ന്യൂട്രൽ പോയിൻ്റ് റൈറ്റ് സൈഡിൽ വെലോസിറ്റി ഓഫ് ദി സ്ട്രിപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് ദി റോൾ. അതായത് ന്യൂട്രൽ പോയിൻ്റ് റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രിപ്പിൻ്റെ വെലോസിറ്റി, അതായത് നമ്മുടെ വർക്ക് പീസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റോളിൻ്റെ വെലോസിറ്റിക്കാണെങ്കിൽ കൂടുതലായിരിക്കും. ഇത് ഫ്രിക്ഷൻ്റെ കളിയാണ്. ഫ്രിക്ഷൻ കൊണ്ടാണ് ഈ വെലോസിറ്റി വേരിയേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഹോട്ട് ആൻഡ് കോൾഡ് റോളിംഗ്. അപ്പോൾ ഹോട്ട് റോളിംഗ് എന്താണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഹോട്ട് റോളിംഗ് എന്താണ്, കോൾഡ് റോളിംഗ് എന്താണെന്ന് നോക്കാം. Hot working is metal forming process in which metals are given desired shape by subjecting them to forces which cause them to undergo plastic deformation above the recrystallization temperature. ഈ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ മേലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഈ ഫോമിങ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. റോളിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഹോട്ട് റോളിംഗ് എന്ന് പറയാം. ഈച്ച് മെറ്റൽ ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് ഹോട്ട് വർക്കിംഗ് ടെമ്പറേച്ചർ റേഞ്ച് ഓവർ വിച്ച് ഹോട്ട് വർക്കിംഗ് മേ ബി പെർഫോംഡ്. ഓക്കെ, ഓരോ മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോ മെറ്റലിനും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കാണും. അതാണ് അതിൻ്റെ റീക്രിസ്റ്റേഷൻ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിനെക്കാട്ടിയും കൂടുതൽ ടെമ്പറേച്ചറിൽ നമ്മളതിനെ ഹോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കിങ്ങിന് പറയുന്ന പേര് ഹോട്ട് വർക്കിംഗ് ആണ്. ദി അപ്പർ ലിമിറ്റ് ഓഫ് വർക്കിംഗ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ മെറ്റൽ കോമ്പോസിഷൻ, പ്രയർ ഡിഫോർമേഷൻ ആൻഡ് ഇമ്പ്യൂരിറ്റീസ് വിത്തിൻ ദ മെറ്റൽ ആൻഡ് ഒബ്വിയസ്ലി അപ്പർ ലിമിറ്റ് ഓഫ് വർക്കിംഗ് മസ്റ്റ് ബി ബിലോ ദ മെൽറ്റിംഗ് ഓർ ബേണിംഗ് പോയിൻറ്റ്. ഇതിനെക്കാട്ടിയും കുറവായിരിക്കണം. To get best results in each shaping operation, important points such as amount of energy consumed, the best temperature, rate of shaping, design of equipment, crystal structure and properties of the finished product must be given due consideration. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോഴും നമ്മൾ അതിൻ്റെ ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് റോളറിൽ എൻ്റർ ആവുന്നതിന് മുമ്പ് ഈ ഗ്രെയിൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കോഴ്സ് ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും. ബിഫോർ റോളിങ്ങിന് മുമ്പ് ഗ്രെയിൻ സ്ട്രക്ചർ കോഴ്സ് ആയിരിക്കും. അത് ഡയഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ റോളർ കഴിഞ്ഞ് പോകുമ്പോൾ, റോളിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ റിഫൈൻഡ് ഗ്രെയിൻ സ്ട്രക്ചർ ആഫ്റ്റർ ഹോട്ട് റോളിംഗ്, ദാറ്റ് ഈസ് ന്യൂ എലോങ്ങേറ്റഡ് ക്രിസ്റ്റൽസ്. ഈ ക്രിസ്റ്റൽസ് എല്ലാം എലോങ്ങേറ്റഡ് ആയിരിക്കും. ശകലം അതിന് നീളം കൂടുതൽ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഗ്രെയിൻ സ്ട്രക്ചർ മാറും എന്നർത്ഥം. ഇനി അടുത്ത കോൾഡ് റോളിംഗ് ആണ്. കോൾഡ് റോളിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടിയും കുറഞ്ഞ ടെമ്പറേച്ചറിൽ നമ്മൾ റോളിംഗ് നടത്തിയാൽ ആ റോളിങ്ങിന് പറയുന്ന പേര് കോൾഡ് റോളിംഗ്. ഇതിനകത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് മെറ്റൽസ് ബിലോ ദ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചർ ഈസ് കോൾഡ് വർക്കിംഗ് ഓഫ് മെറ്റൽസ്. മോസ്റ്റ് ഓഫ് ദ കോൾഡ് വർക്കിംഗ് പ്രോസസ്സസ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. മാക്സിമം എല്ലാം റൂം ടെമ്പറേച്ചർ തന്നെയായിരിക്കും നടക്കുന്നത്. ദി എഫക്റ്റ് ഓഫ് കോൾഡ് വർക്കിംഗ് ഓൺ ദ മെറ്റൽ ഈസ് ടു ഡിസ്റ്റോർട്ട് ഓർ എലോങ്ങേറ്റ് ദ ഗ്രെയിൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് മെറ്റൽ. ഗ്രേറ്റർ പ്രഷേഴ്സ് ആർ റിക്വയർഡ് ഇൻ കോൾഡ് വർക്കിംഗ് ദാൻ ഹോട്ട് വർക്കിംഗ്. കോൾഡ് വർക്കിങ്ങിനെ എടുത്തു കഴിഞ്ഞാൽ ഹോട്ട് വർക്കിങ്ങിനെക്കാട്ടിയും കൂടുതൽ പ്രഷർ ഇവിടെ വേണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രെയിൻ സ്ട്രക്ചർ നമ്മൾ മറ്റേ ഹീറ്റിങ്ങിൽ തന്നെ കുറച്ച് ഗ്രെയിൻ സ്ട്രക്ചറിൽ മാറ്റം വരും അവിടെ. പക്ഷേ ഇതിലാണ് ഹീറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്രയും പ്രഷർ കൊടുത്ത് വേണം അതിനെ റിക്വയർഡ് ഷേപ്പിലേക്ക് മാറ്റാൻ. മെറ്റൽ ഗെറ്റ്സ് പെർമനൻ്റ് ഡീഫോംഡ് ഓൺലി ഇഫ് ദ അപ്ലൈഡ് സ്ട്രെസ് എക്സീഡ്സ് ദി എലാസ്റ്റിക് ലിമിറ്റ്. അതായത് മെറ്റലിൻ്റെ എലാസ്റ്റിക് ലിമിറ്റിനെക്കാട്ടിയും കൂടുതൽ സ്ട്രെസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പെർമനൻറ്റ് ഡീഫോർമേഷൻ അവിടെ നടക്കുന്നുള്ളൂ. സിവിയർ റെസിഡൽ സ്ട്രെസ്സസ് ആർ ഡെവലപ്ഡ് ഇൻസൈഡ് മെറ്റൽ ഡ്യൂ ടു കോൾഡ് വർക്കിംഗ്. കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് മെറ്റലിൻ്റെ അകത്തെന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള റെസിഡൽ സ്ട്രെസ്സസ് ഡെവലപ്പായി കിടക്കും. The residual stresses are removed by heating the metal to recrystallization or annealing range and the metal is then brought to original condition. അതായത് ഈ മെറ്റലിനെ പിന്നെ ഒറിജിനൽ കണ്ടീഷൻ കൊണ്ടുവരാൻ വേണ്ടി ഇതിന് മെറ്റലിനെ റീക്രിസ്റ്റലേഷൻ ടെമ്പറേച്ചറിൽ രണ്ടാമത് ഹീറ്റ് ചെയ്യുകയോ അനീലിംഗ് ചെയ്യുകയോ ചെയ്യാം. ദ സീക്വൻസ് ഈസ് കാൾഡ് കോൾഡ് വർക്ക് അനീൽ സൈക്കിൾ. ഇതിന് പറയുന്ന പേരാണ് കോൾഡ് വർക്ക് അനീൽ സൈക്കിൾ എന്ന്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഹോട്ട് വർക്കിംഗ് എന്താണ്, അതിൻ്റെ ഡയഗ്രാം, കോൾഡ് വർക്കിംഗ് എന്താണ്. അപ്പോൾ അത് ഹോട്ട് വർക്കിങ്ങിൻ്റെ കേസിൽ ഗ്രെയിൻ സൈസ് കോഴ്സ് ആയിരിക്കും റോളിങ്ങിന് മുമ്പ്. അത് ആഫ്റ്റർ റോളിംഗ് ഗ്രെയിൻ സ്ട്രക്ചർ എലോങ്ങേറ്റഡ് ആയി മാറും, അത് കാണിക്കണം.
കോൾഡ് വർക്കിങ്ങിനും വേണമെങ്കിൽ ഒരു ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. സൈസ് ചെറുതാക്കുക, പക്ഷേ എലോങ്ങേഷൻ ഇല്ലാതെ വരയ്ക്കുക. പിന്നെ അടുത്തത് പിന്നെ നമ്മൾ പഠിച്ച അടുത്ത കാര്യം ന്യൂട്രൽ പോയിൻ്റ് എന്താണെന്ന്, അടുത്ത കണക്ക് തന്നെ റോൾ ഫോഴ്സ്, പവർ റിക്വയർമെൻറ്റ് പെർ റോൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഹോട്ട് വർക്കിംഗ്, കോൾഡ് വർക്കിംഗ് എല്ലാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.